സ്റ്റേഷനിലാണ്. ഞാൻ അഖിലിനെതിരെ കേസ് കൊടുക്കണില്ലട്ടോ. അയാൾ അമേരിക്ക പോയി രക്ഷപ്പെട്ടോട്ടെ. പാവം, അവൻ വീടൊന്നുമില്ല, വാടക എടുക്കുന്നതാണ്. ഞാനൊരു കാലത്ത് സ്നേഹിച്ചിട്ടുള്ളതാണ്. 2019 തുടങ്ങി സ്നേഹിച്ചതാണ്. എന്നിട്ട് പൊക്കോട്ടെ. ഹായ് ഗൈസ്, ഒരു വീഡിയോ കാണുന്ന സമയം ഒരുപോലെ സന്തോഷവും ഒരുപോലെ സങ്കടവും ഒരുപോലെ ഇങ്ങനെ പല പല ഭാവങ്ങൾ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഞാൻ കൈസ് എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെയും പിന്നെ എനിക്ക് തോന്നുന്നു അതുൽ വ്ളോഗ്സ് എന്ന് പറയുന്ന യൂട്യൂബറിൻ്റെയും ചാനലിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ എന്ന് പറയുന്നത് കൊച്ചിൻ കിറ്റിൻ ബ്ലൂ ഓരോരുത്തരുടെ ഇൻസ്റ്റഗ്രാം ID, ഈ പർട്ടിക്കുലർ ഇൻസ്റ്റഗ്രാം IDയിൽ വന്നിട്ടുള്ള കുറച്ച് വീഡിയോകളാണിത്. വീഡിയോ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടി കിറ്റി എന്ന് പറയുന്ന ആളും ആളുടെ കാമുകനായിട്ടുള്ള അഖിൽ ഹസ്ബൻഡായിട്ടുള്ള അഖിലിൻ്റെ ഇടയിലുള്ള പ്രശ്നമാണ്. ആദ്യം തന്നെ ഹൂ ഈസ് കിറ്റി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കിറ്റി ഓൾറെഡി മാരീഡാണ്. ഷീ ഈസ് ഡിവോഴ്സ്ഡ്. 2 പെൺകുട്ടികളുണ്ട്, 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന. ഈ 2 പെൺകുട്ടികളും എനിക്ക് തോന്നുന്നു കിറ്റിയുടെ എക്സ് ഹസ്ബൻഡിൻ്റെ കൂടെയാണ് ഉള്ളത്. കിറ്റി ഇപ്പോൾ കറൻ്റ്ലി ഒരു ബ്യൂട്ടി വ്ളോഗറൊക്കെ ബ്യൂട്ടീഷ്യൻ കോഴ്സ്, ലൈക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് പഠിക്കുകയാണെന്നാണ് തോന്നുന്നത്. ഈ വീഡിയോൻ്റെ ഇടയിൽ എന്തൊക്കെയോ അത് റിലേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ കിറ്റി 2019 കോട്ടയംകാരനായിട്ടുള്ള അഖിലുമായിട്ട് പ്രണയത്തിലാവുന്നു. അതിനുശേഷം അവർ ലീഗലി കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും ഒരു ലിവിങ് ടുഗദർ മോഡൽ റിലേഷൻഷിപ്പാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ അഖിലിന് ഒരു ജോലി കിട്ടി. ജോലിയുടെ ഭാഗമായിട്ട് അഖിൽ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് അമേരിക്കയിലോട്ട് പോയി. അമേരിക്കയിലെത്തിയതോടെ അമ്മായിയമ്മയ്ക്ക് അഖിലിനെ എങ്ങനെയെങ്കിലും കിറ്റിയിൽ നിന്ന് മാറ്റണമെന്ന് തോന്നി. അതിൻ്റെ ഭാഗമായി നടക്കുന്ന സംഭവബഹുലമായ കഥകൾ യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിൽ നല്ല അടിപൊളിയായിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസിലോട്ടാണ് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കണ്ട. ആദ്യം തന്നെ ഈ സോഷ്യൽ മീഡിയക്കാരുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചില ബുദ്ധിയും വിവരവും ബോധമില്ലാത്ത ആൾക്കാർ എല്ലാം ക്യാമറയിൽ ഒപ്പിടും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഷാജി. സ്വന്തം ഉമ്മയുടെ വീഡിയോ, എന്ത് വീഡിയോ എന്ന് ഞാൻ പറയുന്നില്ല, സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിട്ടു. അതിൻ്റെ ഒരു ബാക്കിയാണ് കിറ്റി എന്നാണ് തോന്നുന്നത്. അമ്മായിയമ്മ കിറ്റീൻ്റെ അടുത്ത് കാണിക്കുന്ന മോശമായ കാര്യങ്ങൾ വരെ വീഡിയോ എടുത്തിടുന്നുണ്ട്. ഡെഫിനറ്റ്ലി അമ്മായിയമ്മയ്ക്ക് ദേഷ്യം പിടിക്കും, കുടുംബക്കാർക്ക് ദേഷ്യം പിടിക്കും, മകന് ദേഷ്യം പിടിക്കും. ആ ചുറ്റുമുള്ള ആൾക്കാരെ കാണും, നാരായണക്കല്ലാവും എന്നുള്ളത് ആർക്ക് മനസ്സിലാവും? അമ്മായിയമ്മയ്ക്ക് മനസ്സിലാവും. പിന്നെ ഇതല്ല, ചൂല് വരെ എടുത്ത് എറിയാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇവരിങ്ങനെ വീഡിയോ ഇട്ട് നാറ്റിക്കുകയല്ലേ. അവിടെ കിടക്കട്ടെ, ബാക്കി കാണാം. ഫ്രണ്ട്സ്, അപ്പൊ അമ്മ ഇവിടെ നിന്ന് ആരോടൊക്കെ വിളിച്ചു പറയുന്നുണ്ട് ഞാൻ അവരെ കട്ടിന്റെ ഇടയിലേക്ക് തള്ളിയിട്ടെന്ന്. ഞാൻ അവരുടെ ദേഹത്തൊന്നും തൊട്ടിട്ടില്ല, അവരുടെ തൊട്ടിട്ടൊന്നുമില്ല, ഞാൻ ദേഹത്ത് തൊട്ടിട്ടില്ല. അവരാണ് ഇവിടെ കിടക്കണേ. അവരുടെ ബന്ധുക്കളെ കാണിച്ചു പറയുന്നുണ്ട് ഞാൻ അവരെ തല്ലി, അവരുടെ കാലൊടിഞ്ഞു, എന്താ കട്ടിന്റെ ഇടയിലേക്ക് വീണു, ഞാൻ ഒരു കണക്കിനാണ് എഴുന്നേറ്റ് വന്നെന്നുള്ളത്. ഈ അമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ മോൻ വേറെ കല്യാണം കഴിക്കണമെന്ന് പറയണത്. ഈ അമ്മയ്ക്കിപ്പോ അമേരിക്കക്കാരൻ മോനായതുകൊണ്ട് എന്നെ പറ്റത്തില്ല, വേറെ നല്ല സ്ത്രീധനം വാങ്ങിച്ച് കെട്ടണം. അപ്പൊ മോൻ പറയുന്നത് അമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് ഇപ്പൊ മാറ്റാനുള്ള കാരണം. മിനിറ്റിന് പീസുകളായി കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ഗുണം കിട്ടും എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് എനിക്ക് അറിയില്ല. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് മനസ്സിലായത് പ്രകാരം ഈ പർട്ടിക്കുലർ പെൺകുട്ടീനെ ഇവരെങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. കാരണം ആദ്യം കൊച്ചിയിൽ പോയി നിൽക്കുന്നത് ഇഷ്ടമല്ല, പിന്നെ ഈ പെൺകുട്ടീനോട് തന്നെ പറയുകയാണ് നീ കൊച്ചിയിൽ പോയി നിന്നോ, നീ പഠിച്ചോ എന്ന് വെച്ചാൽ ഇവരൊരു കല്യാണം കഴിച്ച സെറ്റപ്പ് അല്ല, ഇവരൊരു ലിവിങ് ടുഗദർ സെറ്റപ്പാണ്. അപ്പം എൻ്റെ വീട്ടിൽ വന്ന് ഇവളെ നൈസായിട്ട് വീട്ടിൽ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തോട്ട് എത്തിക്കുക എന്നുള്ളൊരു എയിമാണ്. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഈ പെൺകുട്ടി ഈ പെർട്ടിക്കുലർ വ്യക്തിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പെൺകുട്ടി കുറേ കാര്യങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ വ്യക്തി ഒരുപാട് പ്രോമിസസ് സ്നേഹിച്ച സമയത്ത് കൊടുത്തിരുന്നു. നിൻ്റെ അമ്മേനെയും നിൻ്റെ മക്കളെയും നിന്നെയും ഞാൻ നോക്കിക്കോളാം എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെ നിൽക്കുന്ന സമയം നല്ലൊരു സാഹചര്യം കിട്ടി അമേരിക്കയിലോട്ട് പോവേണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പം മേ ബി പുള്ളിക്കാരന് ഈ പെൺകുട്ടീനെ ഇഷ്ടം ഉണ്ടാവില്ല, എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് തോന്നിയപ്പോൾ കണ്ടുപിടിച്ച ഒരു ഐഡിയ ആയിരിക്കും. ഇനി പുള്ളിക്കാരൻ ചെയ്ത ഈ പ്രവൃത്തി ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. അഖിൽ കാണിച്ചത് വലിയൊരു തെറ്റാണ്. പക്ഷെ ഇങ്ങനൊരു വ്യക്തിൻ്റെ കൂടെ നിങ്ങൾ ജീവിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നത്? പൈസ കിട്ടിയാൽ നിങ്ങളെ മറക്കുന്നൊരുത്തൻ, അവൻ്റെ കൂടെ എന്തിനു ജീവിക്കുക?
ഈ അമേരിക്ക പോലെയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് അഖിൽ ജീവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയോ? നിങ്ങൾ ഇനി എത്രയൊക്കെ കരഞ്ഞ് വാശി പിടിച്ച് ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്നാലും നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി നിൽക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ ആ ഫാമിലീൻ്റെ പല വീഡിയോസും പുറത്തിട്ടത് കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ വെറുപ്പ് നിങ്ങളുടെ അടുത്തുണ്ട്. പിന്നെ നിങ്ങളെ വേണ്ടാത്ത ഒരാളെടുത്ത് എനിക്ക് തിരിച്ചും വേണ്ട എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പുറത്തോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. സോഷ്യൽ മീഡിയയിൽ ഒരു കോമഡി ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു കോമാളി ആവാൻ വേണ്ടി വ്ളോഗുകൾ ചെയ്യല്ലേ. നിങ്ങളുടെ പല വീഡിയോകളും കാണുമ്പം എനിക്ക് അതൊക്കെയാണ് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അടുത്തൊരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്ക്. അവരുടെ വീട്ടുകാരെ കൊണ്ട് പറയിക്കാൻ മാറി കൊടുക്കാൻ അത് പറ്റില്ല. എന്നെ ആരാ കൊണ്ടുപോയത് അവരുടെ വീട്ടിലേക്ക്? ആളിവിടെ വന്നിട്ട്, ആളിപ്പോ അമേരിക്കയിലാണ്, സെറ്റിലാണ്. അപ്പൊ ആളിവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞോട്ടെ, എന്നെ നീ മാറിത്തരാം, അതെന്താണെങ്കിൽ ആൾക്ക് എന്നെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാൻ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അതെല്ലാം ആള് വന്ന് പറയണം, അല്ലാതെ ഞാൻ പോരില്ല. എനിക്ക് അയാളുടെ വായ കൊണ്ട് തന്നെ കേൾക്കണം. എനിക്കൊരു എന്റെ ഒരു ലൈഫ് തരാമെന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ചതാണ്. എന്റെ മക്കളുടെ കാര്യം, എന്റെ അമ്മയുടെ കാര്യം എല്ലാം നോക്കിക്കോളാന്ന് പറഞ്ഞു നല്ലൊരു ലൈഫ് തരാതെ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുപോയത്. അതിന്റെ ഇടയിൽ ഞാൻ എന്റെ ഹോസ്റ്റലിൽ വരെ വിട്ടു. അവിടെ ആ പുള്ളിക്കാരന്റെ അച്ഛന് വയ്യാതെയായി, ക്യാൻസർ ആയിരുന്നു, ഫുൾ ക്യാൻസർ സ്പ്രെഡായി. അപ്പൊ ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അവരുടെ വീട് എന്റെ ഹോസ്റ്റലൊക്കെ വിട്ടിട്ട് ഞാൻ പുള്ളി പോയി അമേരിക്ക പോയി ടൈമിൽ തന്നെ അങ്ങോട്ട് പോയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ എറണാകുളത്ത് നിൽക്കുന്ന പുള്ളിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പോയായിരുന്നു. അത് അപ്പേക്കും പ്രശ്നങ്ങൾ തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് അച്ഛന് വയ്യാതെയെന്നായപ്പോൾ ആളെന്നോട് ഭയങ്കര സ്നേഹം കാണിച്ചു. രഞ്ജിത് എന്റെ അച്ഛനെ നോക്കണം എന്നൊക്കെ പറഞ്ഞു. അതിനെന്താ ഞാൻ നോക്കില്ലേ, നിങ്ങളുടെ അച്ഛനല്ലേ എനിക്കറിയാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സാധനം. ചില ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിലും അതെങ്ങനെ ഉപയോഗിക്കണം എന്ന കാര്യം ഇവർക്ക് അറിയില്ല. മേ ബി ഈ പെർട്ടിക്കുലർ ലേഡിക്ക് ഈ അമ്മായിയമ്മേനോടും മകനോടുള്ള ദേഷ്യത്തിന് അവരെ നാണം കെടുത്താമെന്ന് കരുതി ചെയ്യുന്ന ഒരു പരിപാടിയായിരിക്കാം. പക്ഷേ ഇതിങ്ങനെയൊന്നും അല്ലടോ ചെയ്യണ്ടേ. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ചിരിയാണ് വരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരൊറ്റ വീഡിയോയിൽ കൂടെ വളരെ മാന്യമായിട്ട് ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് പറയണം എന്നൊരു നിർബന്ധമില്ല. പക്ഷെ നിങ്ങൾക്ക് നിർബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ മേ ബി കുറച്ച് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും. ഇത് ഈ വീഡിയോ കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ കമൻറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ എല്ലാവരും നിങ്ങളെയാണ് ഈ കുറ്റം പറയുന്നത്. കാരണം നിങ്ങൾ ഈ കാണിക്കുന്നതാണ്. ഈ സോഷ്യൽ മീഡിയ ശരിക്കും ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ അറിയണം എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം ചില ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ ശരിക്കും വളരെ ദയനീയത തോന്നുകയാണ്. എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറിന്റെ അമ്മയാണല്ലോ. ഫ്രണ്ട്സ്, എനിക്ക് ഓട്ടോറിക്ഷ ഒന്നും കിട്ടിയില്ല. ഞാൻ സ്റ്റേഷനിലോട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, കുറവലങ്ങാടേക്ക് പറഞ്ഞു. അവരെന്നെ കൊണ്ടുപോകാതെ പോയത്. എനിക്കിവിടെ വഴിയൊന്നും അറിയാൻ പാടില്ല, എങ്ങനെ പോണ്ടേന്നുള്ളതൊന്നും. ഞാൻ ഇപ്പൊ കളത്തൂർ പള്ളിയുടെ അതിൽ കൂടി നടക്കുന്നുണ്ട്. ഇവിടെ എപ്പോഴാ ബസ് വന്നേന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇനി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല വരാമെന്ന് സാറിനോട് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞ് നിങ്ങൾ സമാധാനമായിട്ട് എനിക്ക് എപ്പോഴാണ് ബസ് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. എനിക്ക് ആരും ഒരു ബസ് കയറി പോവാൻ ഇവരുടെ കയ്യിൽ പൈസ ഇല്ല, എനിക്കറിയില്ല. ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്ന ഒരു അറ്റയർ ആണോ ഇത്? ഞാൻ ഒരിക്കലും ഒരാളുടെ വസ്ത്രത്തിന് കുറ്റം പറയുക. വളരെ മോഡേൺ ആയ രീതിയിലാണ് ഈ പെർട്ടിക്കുലർ പുള്ളിക്കാരി ഈ വസ്ത്രം ഇട്ടിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് തിങ്, കരയുമ്പോൾ എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി ഈ പെർട്ടിക്കുലർ ആള് പറയുന്ന കിറ്റി എന്ന് പറയുന്ന ആള് പറയുന്ന ഇമോഷൻ ഭയങ്കര മനസ്സിലാവുന്നുണ്ട്. കിറ്റീൻ്റെ ഇമോഷനെ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഈ സാധനം കൺവേ ചെയ്യാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഭയങ്കര ഒരു വിയേർഡ് ഫീൽ വരികയാണ്. ഭയങ്കര ഒരു വിയേർഡ് ഫീൽ. ദയവ് ചെയ്ത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സാധനം ഇതിനൊന്നും ഉപയോഗിക്കല്ലേ. സോഷ്യൽ മീഡിയ കുടുംബ കോടതിയല്ല, കുടുംബ പ്രശ്നങ്ങൾ തീർക്കാനുള്ള ഒരു സാധനമല്ല. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒരാളെക്കുറിച്ച് ഭയങ്കര നെഗറ്റീവ് പറഞ്ഞു എന്ന് കരുതി ജീവിതകാലം മുഴുവൻ അത് ഓർത്ത് നിൽക്കുകയൊന്നുമില്ല. ഇന്നോ നാളെയോ മറ്റന്നാളോ ഇത് മറക്കും. കാരണം ഇവിടെ ഡെയിലി കേസുകളാണ്, ഡെയിലി പ്രശ്നങ്ങളാണ്, ഡെയിലി കോൺട്രവേഴ്സീസാണ്. അപ്പോഴാണോ ഈ ഒരു അഖിലിൻ്റെ പേര് ഓർത്ത് നിൽക്കുന്നത്? നിങ്ങൾ ഈ വീഡിയോസൊക്കെ ഇടുന്നത് മെയിനായിട്ട് അഖിലിനെ നാണം കെടുത്താൻ വേണ്ടിയിട്ടും അഖിലിൻ്റെ ഫാമിലീനെ നാണം കെടുത്താൻ വേണ്ടിയിട്ടും അഖിലിന് നല്ലൊരു പാർട്ട്ണറെ കിട്ടാണ്ടിരിക്കാനും വേണ്ടിയിട്ടും അല്ലെ അവനെ ഭീഷണിപ്പെടുത്താനും വേണ്ടിയിട്ടുമാണ്. അതല്ല നിങ്ങൾ പറയേണ്ട, അതിന് വേണ്ടി മാത്രമാണ്. കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് കോടതിയോ പോലീസോ അല്ല തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് ജീവിതകാലം മുഴുവൻ ഓർത്ത് നിൽക്കും തോന്നുള്ളൂ. സ്വയം സോഷ്യൽ മീഡിയയിൽ ഒരു കോമാളി ആവാണ്ട് നിൽക്കാൻ ശ്രമിക്കൂ. ഞാൻ അഖിലിനെതിരെ കേസ് കൊടുക്കണില്ലല്ലോ. അയാൾ അമേരിക്ക പോയി രക്ഷപ്പെട്ടോട്ടെ. പാവം, അവന് വീടൊന്നുമില്ല, വാടക എടുക്കുന്നതാണ്. ഞാനൊരു കാലത്ത് സ്നേഹിച്ചിട്ടുള്ളതാണ്. 2019 സ്നേഹിച്ചതാണ്. എന്നിട്ട് പൊട്ടെ, എനിക്ക് കുഴപ്പമില്ല, കേസ് ഞാൻ കൊടുക്കണില്ല. എനിക്ക് അവൻ അത്ര ഇഷ്ടമാണ്. ഇപ്പോഴും എന്റെ മക്കളെക്കാൾ കൂടുതൽ അവനെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട്. ആ വിട്ടുപോളിൽ എനിക്ക് സങ്കടമുണ്ട്. അവനെതിരെ കേസ് ചെയ്യില്ല. ഞാൻ സ്നേഹിച്ചതിന് വില ഉണ്ടാവില്ല.
എനിക്ക് അവന്റെ പണം അവന്റെ നാശം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. മേ ബി എൻ്റെ വീഡിയോ ഇത്രയും കണ്ടതിൽ കൂടെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം? രണ്ടാമത്തത്, ഇതൊക്കെ ശരിയാണോ? മൂന്നാമത്തത്, ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുമ്പം ശരികളും കൂടെ തെറ്റായി തോന്നുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു 4-5 ആൾക്കാരുടെ വീഡിയോൻ്റെ താഴെയുള്ള കമൻറ്റ് കാണുമ്പോൾ ഞാൻ പറയുന്ന കുറേ കാര്യങ്ങളാണ്. കുറച്ചും കൂടെ ഒരു ബുദ്ധിയോടുകൂടി ഈ സാധനം ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. ഞാൻ അധികം പറയുന്നില്ല. ഐ റെസ്പെക്ട്. താങ്കളുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവട്ടെ. താങ്കളുടെ പാർട്ട്ണർ തിരിച്ചു വരുമോ, തിരിച്ചു വരാണ്ട് നിൽക്കുമോ, അല്ലെ താങ്കൾ പാർട്ട്ണറുമായിട്ട് ലിങ്ക് ആവാണ്ട് നിൽക്കുമോ, എന്തൊക്കെയാണെങ്കിലും ഇതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം വിട്ട് ഇനി കുറച്ചും കൂടെ യൂസ്ഫുൾ ആയ രീതിയിൽ, വളരെ മാന്യമായ രീതിയിൽ, കുറച്ച് നല്ല സ്റ്റാൻഡേർഡിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റട്ടെ എന്നൊരു അഭിപ്രായം മാത്രമേ എനിക്ക് വീഡിയോനെ കുറിച്ച് പറയാനുള്ളൂ. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ. ആൻഡ് ഷാജി ഇപ്പം ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിലാക്കി കുക്കിംഗ് വ്ളോഗിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ തെറ്റ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് മനസ്സിലായി ഒരു തിരുത്തൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ബൈ.